നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ടയറിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം. പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ്, കറക്റ്റായിട്ട് എങ്ങനെയാണ് പൊസിഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ടയർ എങ്ങനെ കിടക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ എവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, എന്ത് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം പലരും പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് താഴെ വരുമ്പോൾ നേരെയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണോ, കൃത്യമായിട്ട് ഏത് ഭാഗത്ത് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. മറ്റുള്ളൊരു ആശ്രയം കൂടാതെ വീല് സ്ട്രെയിറ്റ് ആണെന്ന് ചോദിക്കാതെ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അതെങ്ങനെ കിടക്കുന്നു എന്നുള്ള പൊസിഷൻ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയുടെ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പലരും ഒരു ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കും, ഒരു ദിവസം കൊണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം വേറെ എവിടെയെങ്കിലും ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞ് പലരും ഇരിക്കുന്നവരുണ്ട്. പലയിടത്തും പോയി പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചു വരാൻ താമസിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ ആളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പം പലയിടത്തും പോയി പല പല കാര്യങ്ങളും പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ താമസങ്ങളുണ്ടാകും. അപ്പം പലരും ധാരണയാണ്, കുറച്ച് പഠിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം കൊണ്ട് മതിയല്ലോ, ഈസി ആയിരിക്കുമല്ലോ എന്ന് പലരും തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ കുറച്ച് പഠിച്ചിട്ട് വന്നിട്ട് ഇതിനകത്ത് യാതൊരു കാര്യം വരുത്തില്ല. അപ്പൊ അങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്നിട്ട് ഓടിച്ചു. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് ജില്ലയിലാണ്, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. ഓക്കെ, അതായത് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റിയറിംഗിൽ നമ്മൾ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് വീലിന്റെ പൊസിഷൻ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആണ്, അതായത് സ്റ്റിയറിംഗിനകത്ത് എസ്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ എസ് നോക്കിക്കൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. അതായത് ഇത് നിങ്ങൾ സ്ട്രെയിറ്റ് താഴെ വരുമ്പോൾ നേരെയാണെന്ന് പറഞ്ഞിരിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് 3 പ്രാവശ്യം വരെ എന്ത് ചെയ്യാം, താഴെ വരാം. ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഫുള്ള് ലോക്കാക്കിയതിനു ശേഷം ഇത് നേരെ താഴേക്ക് വന്നു, സ്ട്രെയിറ്റ് താഴെ വന്നു. നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരിച്ചു, അപ്പൊ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരിച്ചു. അപ്പൊ 3 പ്രാവശ്യം വരെ ഇത് എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് താഴെ വന്നു. അപ്പം 3 പ്രാവശ്യത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് നേരെ വരുവുള്ളൂ. പറയാനുള്ള കാരണം, ഈ ഫുള്ള് എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ തിരിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ നേരെ ഇത് താഴെ വന്നല്ലോ, സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടിരിക്കും. സ്ട്രെയിറ്റ് ആണോ? അല്ല. അപ്പം ഇത് നേരെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇരിക്കരുത്. എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് വീടിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് അങ്ങ് തിരിച്ചു വെക്കുക. സ്റ്റിയറിംഗ് ലോക്കായി എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാലൻസ് എവിടെയാണോ, സ്റ്റിയറിംഗിന്റെ എവിടെയാണ് നിങ്ങളുടെ കൈയുടെ ബാലൻസ് വെക്കാൻ നോക്കുക. കാരണം അതുകൊണ്ടാണ്, അപ്പൊ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പിടിക്കേണ്ടത് എവിടെയാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഈ ഒരു ഭാഗം കൊണ്ട് വേണം നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് കൈ വെക്കാൻ വേണ്ട. അല്ല ഒരു കാരണവശാലും വിരലിലേക്ക് വെക്കരുത്. വിരലിലേക്ക് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു ഭാഗം കൊണ്ട് വേണം നിങ്ങൾ എന്ത് തിരിക്കാൻ വേണ്ടി. ഈ ഒരു ഭാഗം നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് വെക്കുക, ഇങ്ങനെ അറ്റത്താക്കിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ഭാഗത്താണോ നിങ്ങളുടെ കൈയുടെ ബാലൻസ് ഇരിക്കുന്നത് അവിടുന്ന് നിങ്ങൾ കൈ നിരങ്ങാതെ, ഇത് കണ്ടില്ലേ, അപ്പൊ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, തിരിച്ച് നിരങ്ങാതാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ട 1, അതേപോലെ തിരിച്ച് വീണ്ടും അതുപോലെ തന്നെ 2, അതുപോലെ തന്നെ 3, അതുപോലെ 3.5 കണ്ട ഇവിടെ ലോക്കായി. കറക്റ്റ് 3.5 ഈ ഒരു വണ്ടിയുടെ അളവ്. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് 2 തിരി 1.5 തിരി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു വണ്ടിയുടെ അളവുകൾ കൃത്യമല്ല. കാരണം 3 ഉള്ളതുണ്ടാകും, 3.5 ഉള്ളതുണ്ടാകും, 4 ഉള്ളതുണ്ടാകും. അപ്പൊ എല്ലാ വാഹനത്തിന്റെ ഒരേ അളവല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഒടിവുള്ള വാഹനവും അതുപോലെ തന്നെ ഒടിവ് കുറവുള്ള വാഹനവും. ഇവ ഒടിവുള്ള വാഹനത്തിന്റെ അളവല്ല ഒടിവ് കുറവുള്ള
വാഹനത്തിന്റെ. അപ്പൊ അതാണ് ആ അളവ് വ്യത്യാസം വന്നത്. കാരണം ഒടിവ് കൂടുതലുള്ള വാഹനത്തിന്റെ അളവാണ് 4 നമ്മൾ കേട്ടേക്കുന്നത്, 2 തിരിക്കാൻ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അതിനെക്കാട്ടും സ്വല്പം കൂടെ ഒടിവ് കുറവുള്ള വണ്ടിയാണ് 3.5. ഏറ്റവും ഒടിവ് കുറവുള്ള വണ്ടിയാണ് 3. ഒടിവ് കുറവുള്ള വണ്ടി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാ വണ്ടിക്കും ഒരേ അളവല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഷെയിം നമ്മൾ നോക്കി ചെയ്തത്. അപ്പം നമ്മുടെ വാഹനത്തിന്റെ അളവ് എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ എടുത്ത്. ഇപ്പൊ ഈ വാഹനത്തിന്റെ അളവ് എത്രയാ, 3.5 അപ്പൊ ഈ 3.5യുടെ പകുതി എന്ന് പറയുമ്പോൾ എവിടെ വരണം, 1.25 വന്നാലേ എന്ത് ചെയ്തുള്ളൂ, അതിന് നേരെ പകുതിയാവുള്ളൂ. അപ്പൊ നമ്മൾ 3.5യുടെ പകുതി എടുക്കുകയാണ്. അപ്പൊ 1.25 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഒരു അളവ് എടുത്ത് നോക്കണം, ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു കൈ ഇരിക്കേണ്ടത്. 1.25 വരുമ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് എണ്ണി നോക്കണ്ട. ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ 1, പിന്നെ നമ്മൾ ഇവിടെ തിരിച്ച് വീണ്ടും വന്നാൽ 2 ആകും. അപ്പൊ നമുക്ക് 2 വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ 1.5 എന്ന് പറയുമ്പോൾ 2 ഇവിടെ വരത്തുള്ളൂ. അതായത് 1 വന്നു, പിന്നെ അരയുടെ വന്നാൽ ഇവിടെ ആകത്തുള്ളൂ. അപ്പൊ ഇതിന്റെ 2 ഇടയ്ക്കാണ് ഈ 1.25 എന്ന് പറയുമ്പോൾ. അത് അതിന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, മുകളിൽ വരും. കണ്ട 1, 1.25, 1.5, 1.25 ഇതാവുമ്പോൾ 2 ആവും. 1.25 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഞാനിപ്പോ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കും, നോക്കിക്കോണം. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേന് നമ്മുടെ വീലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. ഞാൻ 1 വീണ്ടും എന്ത് ചെയ്തു, അവിടെ കൊണ്ട് വെച്ചു. കണ്ട അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു, കറക്റ്റ് 1.25 ആയി. 1.25 ആയി. വീല് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം നോക്കി, വീല് സ്ട്രെയിറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഇതൊരിക്കലും സ്ട്രെയിറ്റ് അല്ല. ഇതല്ലേ ഇങ്ങോട്ട് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. വീല് നോക്കിയേ, സ്ട്രെയിറ്റ് അല്ലേ. ഇത് അവിടെയും ഇവിടെയും സ്ട്രെയിറ്റും അപ്പം ഒരു കാരണവശാലും നിങ്ങൾ ഇത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് കാണില്ലേ, പലരും ഇത് സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങോട്ടേലും ഫുള്ളായിട്ട് ലോക്ക് ചെയ്തല്ലോ. ഈ ലോക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇത് നേരെ താഴെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും, നേരെയാണെന്നും പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വീല് നോക്കി ചരിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, വീല് സ്ട്രെയിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ വേണമെന്ന് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് മറ്റുള്ള ഒരു ആശ്രയം കൂടാതെ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വീലിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് വാഹനം ഓടിക്കുവാനും അതുപോലെ തന്നെ വാഹനം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.